കേരളം ചർച്ച ചെയ്യുന്ന വിഷയത്തിലേക്കാണ് ആദ്യം. വയറ്റിൽ കത്രിക കുടുങ്ങിയ ആലപ്പുഴ പുന്നപ്രയിലെ ഉഷ ജോസഫ് അവരെ അതിവിദഗ്ധ ചികിത്സയ്ക്കായി ഇപ്പോൾ കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. CT സ്കാൻ ചെയ്ത് കത്രികയുടെ സ്ഥാനം മനസ്സിലാക്കിയ ശേഷം അത് പുറത്തെടുക്കുന്നതിനുള്ള ശസ്ത്രക്രിയ സംബന്ധിച്ച തീരുമാനമെടുക്കും. 5 വർഷം മുൻപ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നടത്തിയ ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെയാണ് കത്രിക വയറ്റിൽ കുടുങ്ങിയത് എന്നാണ് സംശയിക്കുന്നത്. ലളിതാംബിക ഡോക്ടറെ കാണിച്ചത് മാത്രമേ ഉള്ളൂ. ഡോക്ടറാണ് എന്നെ അഡ്മിറ്റ് ചെയ്തതും പിന്നെ ഓപ്പറേഷത്തിന് ഡേറ്റൊക്കെ തന്നത്. മെയ് 5-ാം തീയതി എൻ്റെ ഓപ്പറേഷൻ നടക്കണം. എനിക്ക് അത് മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ തൊഴിലുറപ്പ് തൊഴിലാളിയാണ്. പണിക്ക് പോകും. പണി ഇച്ചിരി ചെയ്യുമ്പോൾ അണയ്ക്കും. അതുപോലെ ഇപ്പം എവിടെയെങ്കിലും യാത്രയ്ക്ക് ഒറ്റയ്ക്ക് നടന്നു പോയാൽ ഭയങ്കര അണവല്ല എനിക്ക്. പിന്നെ നടുവേദനയുണ്ടോ ചില നേരത്തൊക്കെ. തൊഴിലുറപ്പിന് ചെല്ലുമ്പോഴൊക്കെ നടുവേദനയൊക്കെ കാണുമായിരുന്നു. അതൊക്കെ ഞാൻ കൂട്ടാക്കാതെ നടക്കും. ഡോക്ടർമാർ സമ്മതിച്ചില്ല അവരുടെ വീഴ്ചയാണ്. അവരുടെ വീഴ്ചയാണെന്ന് സമ്മതിക്കാൻ നമുക്ക് ലളിതാംബിക ഡോക്ടർ ഇല്ലല്ലോ. നാസർ ഡോക്ടറുടെ വീട്ടിൽ ഞങ്ങൾ കൊണ്ട് കാണിച്ച ഈ മൂത്രത്തിൽ കൂടെ ബ്ലഡ് വരുന്ന കണ്ടുണ്ട്. അപ്പോഴാ പുള്ളിക്കാരൻ ഡോക്ടറാണ് എനിക്ക് എക്സ്റേ എടുക്കാനും സ്കാൻ ചെയ്യാനും എല്ലാം കുറിച്ച് തന്നത്. ഡോക്ടറുടെ വീട്ടിൽ കൊണ്ട് കാണിച്ചിട്ട് ഡോക്ടർ തന്നെയാണ് നമുക്ക് എക്സ്റേ എടുക്കാനും മൂത്രം പരിശോധിക്കാനും സ്കാൻ ചെയ്യാനും ഒക്കെ ഡോക്ടർ കുറിച്ച് തന്നിട്ട് ഒരുപാട് പൈസ ചിലവായിട്ടുണ്ട്. തുടക്കത്തിൽ എന്നെ കൊണ്ട് എല്ലാ ഡോക്ടർമാരുടെ വീട്ടിലും പിന്നെ ആശുപത്രിയിലൊക്കെ കൊണ്ട് നടക്കുമായിരുന്നു. വേദന സഹിക്കാൻ വയ്യാതെ വന്നപ്പോഴും ഇഷ്ടംപോലെ പൈസയും ചിലവായിട്ടുണ്ട്. നഷ്ടപരിഹാരം വേണം. വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ലളിതാംബികയാണ് ശസ്ത്രക്രിയ നടത്തിയതെന്നും ഡോക്ടർക്ക് പണം നൽകിയിരുന്നുവെന്നും ഉഷയുടെ മകനും പ്രതികരിച്ചു. അവരുടെ മെയിൻ ഡോക്ടേഴ്സ് എല്ലാം കൂടി വന്നിട്ട് ഒന്ന് റൗണ്ട്സ് ഇരുന്നിട്ട് അവർ നോക്കിയിട്ട് ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് തന്നെ ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നത്. പൊസിഷൻ എവിടെയാണെന്ന് അറിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ 2 ദിവസമായുള്ളൂ. എക്സ്റേ എടുത്തപ്പോഴാണ് ഇത് പ്രോപ്പറായിട്ട് അറിയുന്നത്. ഇതിനു വേണ്ടി എടുത്ത എക്സ്റേ അല്ല. ഒരു മൂത്രത്തിക്കല്ലിൻ്റെ ഒരു ബേസിക്കലി പോയിട്ട് അത് കാണിച്ച് കൺസൾട്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞിട്ട് എക്സ്റേ എടുത്തപ്പോഴാണ് ഇത് കാണുന്നത്. സർക്കാർ ആശുപത്രിയിലായിരുന്നോ? ഇല്ല, പുറത്തുനിന്ന് പ്രൈവറ്റിലാണ് ചെയ്തത്. ഈ വേദന ഉണ്ടാകുമ്പോഴൊക്കെ ആശുപത്രി ചെല്ലുമ്പോൾ എന്തായിരുന്നു മറുപടി? അല്ല, കാരണം വേദന ഇത് എക്സ്റേ ഒന്നും എടുക്കാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. നോർമലി കൺസൾട്ട് ചെയ്ത് മരുന്നും തന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. മരുന്നും ഇഞ്ചക്ഷനൊക്കെ എടുത്തല്ലോ. അപ്പൊ എന്ത് റീസണിന് വേണ്ടിയിട്ടല്ല, എന്തുകൊണ്ട് ഈ വേദന എന്നുള്ള കാര്യത്തിലൊരു ഇല്ല, അത് ഇടയ്ക്ക് പെട്ടെന്ന് വേദന വരും. ഓപ്പറേഷൻ ചെയ്തില്ല, നമ്മൾ ഓർക്ക് ഓപ്പറേഷൻ ചെയ്തുകൊണ്ടായിരിക്കും എല്ലാം പോയതല്ല. പിന്നെ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും വർക്ക് ജോലിയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും വേദന ആയിരിക്കും നമ്മൾ വിചാരിച്ചിട്ട്. ഇത് മാറി ഇങ്ങനെ ആയതാണ്. എന്നാൽ ഈ ആരോപണങ്ങളൊക്കെ നിഷേധിക്കുകയാണ് ഡോക്ടർ ലളിതാംബിക. താനല്ല ശസ്ത്രക്രിയ നടത്തിയതേ എന്നും ഡോക്ടർ വാദിക്കുന്നുണ്ട്. ഒന്നാമത് കത്രികയല്ല, മസ്കിറ്റോ എന്നുള്ള ഒരു വളരെ ചെറിയ സാധനമാണ്. വളരെ നീളം കുറവ്. ഈ എക്സ്റേ കാണുന്ന ഒരു മാഗ്നിഫൈഡ് വ്യൂ ആണ്. പക്ഷേ ഇത് വയറ്റിലുള്ളതുകൊണ്ട് ഒന്നും അറിയത്തില്ല. വെക്കാന്നല്ലേ, തെറ്റാണ്. 5 അല്ല 50 വർഷം ജീവിച്ചാലും ഒന്നും സംഭവിക്കത്തില്ല. പിന്നെ വേറൊന്ന്, ഈ രോഗിക്ക് ഇതിനു മുമ്പ് ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. അന്ന് വന്നതാണോ എന്ന് എങ്ങനെ അറിയാം? അല്ല, ഞാനല്ല ചെയ്തത്. അല്ല എന്ന് 100% എനിക്കറിയാം. ഞാനല്ല, അന്ന് ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് തൊട്ട് മുന്നെയാണ്. അതുകൊണ്ട് വലിയ കേസുകളൊന്നും ഞാനന്ന് ചെയ്തിട്ടില്ല. വരാൻ പാടില്ല, ഇൻസ്ട്രുമെന്റ് വരാൻ പാടില്ല എന്നുള്ളതിന് സംശയമില്ല. പക്ഷേ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് ഇപ്പം ഒരാളുടെ തലയിൽ കെട്ടിയ സിസ്റ്റത്തിലാണ് അതിൻ്റെ ഫെയിലിയർ. എന്തുകൊണ്ട് ബോർഡ് വെച്ച് എഴുതാനുള്ള സ്റ്റാഫില്ല? പേഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ആ കോവിഡ് കാലത്ത് കഷ്ടപ്പെട്ട് ചെയ്തത്. ഇപ്പം ചെയ്തവർക്ക് അത് വരെയായി. അമൃത ആശുപത്രിയിൽ നിന്ന് അരുൺ ശങ്കറും ഒപ്പം തന്നെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്ന് രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായിട്ട്. ആദ്യം നമുക്കിപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അരുൺ, അമൃതയിലേക്ക് എത്തിച്ചിരിക്കുന്നു അല്ലേ? പരിശോധന നടത്തി CT സ്കാൻ ഒക്കെ എടുത്ത ശേഷം അത് ഡോക്ടർമാർ തീരുമാനിക്കേണ്ടതാണ് എങ്ങനെ ശസ്ത്രക്രിയ നടത്തിയപ്പോൾ പുറത്തിറക്കാമെന്നൊക്കെ. എന്താണ് പ്രാഥമികമായി അവിടെ നിന്നും ലഭിക്കുന്ന വിവരം? എത്ര ദിവസത്തെ ഒരു ചികിത്സയ്ക്കൊടുവിൽ അവർക്ക് അവരുടെ ഒരു സാധാരണ നിലയിലേക്ക് മടങ്ങാൻ കഴിയുമെന്നാണ് കരുതുന്നത്? കഴിഞ്ഞ രാത്രി 1 മണിയോട് കൂടിയാണ് ഉഷ ജോസഫിനെ അമൃത ആശുപത്രിയിൽ എത്തിച്ചത്. അതിനുശേഷം ഗ്യാസ്ട്രോ വാർഡിൽ പ്രവേശിപ്പിച്ചു. ഇപ്പോൾ ഗ്യാസ്ട്രോ ഡോക്ടർമാർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. CT സ്കാൻ ഉൾപ്പെടെ എടുത്തതിന് ശേഷം ഈ വയറിൽ എവിടെയാണ് ഈ ശസ്ത്രക്രിയ ഉപകരണം ത്തിൻ്റെ സ്ഥാനം അത് തീർച്ചപ്പെടുത്തേണ്ടതുണ്ട്. അത് തീർച്ചപ്പെടുത്തിയാൽ മാത്രമേ ഇത് പുറത്തെടുക്കുന്നത് സംബന്ധിച്ചുള്ള തീരുമാനത്തിലേക്ക് ഡോക്ടർമാർക്ക് കടക്കാൻ കഴിയൂ. 10 മണിയോട് കൂടി സീനിയർ ഡോക്ടർമാരെത്തും. അവർ അതിനുശേഷം CT സ്കാൻ ഉൾപ്പെടെ പരിശോധിച്ച് ശസ്ത്രക്രിയ എന്ന് നടത്തണം എന്ന കാര്യത്തിലൊരു തീരുമാനത്തിലേക്ക് പോകും. അടിയന്തരമായി ശസ്ത്രക്രിയ നടത്തേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരം. അവരിപ്പോൾ അവരുടെ ആരോഗ്യനില തൃപ്തികരമായി തുടരുന്നു എന്നുള്ളതാണ് ആശുപത്രി ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ശസ്ത്രക്രിയ എന്ന് നടക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഇന്ന് ഉച്ചയോടെ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. ഇന്നെന്തായാലും അടിയന്തരമായ ഒരു ശസ്ത്രക്രിയ ഉണ്ടാകില്ല എന്നതാണ് ആശുപത്രി അധികൃതർ പങ്കുവെക്കുന്ന വിവരം. എന്തായാലും കഴിഞ്ഞ 5 വർഷമായി തുടരുന്ന ഈ ദുരവസ്ഥയ്ക്ക്
ഈ ശസ്ത്രക്രിയയിലുള്ള ഒരു പരിഹാരം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആ കുടുംബം. 5 വർഷം മുമ്പാണ് അവർക്ക് ശസ്ത്രക്രിയ നടക്കുകയും ഈ യൂട്രസുമായി ബന്ധപ്പെട്ടുള്ള ശസ്ത്രക്രിയ നടക്കുകയും അവിടെ വെച്ച് ഈ ശസ്ത്രക്രിയ ഉപകരണം വയറ്റിൽ കുടുങ്ങി പോവുകയും ചെയ്തത്. പല ചികിത്സകൾ നടത്തിയിട്ടും ഈ വേദനയുടെ കാരണം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവസാനം നടത്തിയ ഒരു CT സ്കാനിലാണ്, ഒരു എക്സ്റേയിലാണ് ഈ ശസ്ത്രക്രിയ ഉപകരണം അകത്ത് കുടുങ്ങിക്കിടക്കുന്നു എന്ന് വ്യക്തമായത്. ഇതിനെ തുടർന്ന് അവർ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പോയെങ്കിലും വണ്ടാനം മെഡിക്കൽ കോളേജ് തിങ്കളാഴ്ച ചെല്ലാനായിരുന്നു ആവശ്യപ്പെട്ടത്. പക്ഷേ ആ ആശുപത്രിയിലേക്ക് പോകാൻ ഉഷയ്ക്ക് വീണ്ടും ധൈര്യമില്ല. കാരണം അവിടെ പോയിട്ടാണ് തനിക്ക് ഇത്തരം ഒരു ദുരവസ്ഥയുണ്ട്, അതുകൊണ്ട് വീണ്ടും പോകാൻ താല്പര്യമില്ല, എന്നാൽ പേടിയാണ് എന്നുള്ളതാണ് മകൻ രാവിലെ പറഞ്ഞത്. എന്തായാലും രാഷ്ട്രീയ ഇടപെടൽ തന്നെ ഈ വിഷയത്തിലുണ്ടായി. ആലപ്പുഴ MP തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഉഷയെ അമൃത ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. എന്തായാലും അമൃത ആശുപത്രി നിലവിൽ ആരോഗ്യ തൃപ്തികരമായി തുടരുകയാണ്. ഇന്ന് ശസ്ത്രക്രിയ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സീനിയർ ഡോക്ടർമാർ തീരുമാനത്തിലേക്ക് എത്തും. ശരി, ഞാൻ രഘുവിലേക്ക്. രഘു, ഇപ്പോൾ നമ്മൾ ഉഷയുടെ മകൻ്റെയും ഡോക്ടറിൻ്റെയും പ്രതികരണങ്ങൾ കേട്ടു. ഡോക്ടർ പറയുന്നു ഇത് 5 അല്ല 50 വർഷം ഇരുന്നാലും ഒരു കുഴപ്പമില്ല എന്നാണ്. കഴിഞ്ഞ 5 വർഷമായി ഈ ഉഷ എന്ന പാവം സ്ത്രീ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്തുകൊണ്ടാണ്? അവർ സാധാരണ ജോലിക്ക് പോകുന്ന ആളാണ്, ആ ജോലി പോലും അവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല, അവരുടെ ജീവിതമാണ് വഴിമുട്ടി പോകുന്നത്. അപ്പോൾ 5 അല്ല 50 വർഷം ഇരുന്നാലും കുഴപ്പമില്ല എന്ന് പറയുന്ന ഇടത്താണ് ഒരു പാവം ആൾക്ക് ഇത്രയധികം ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്. ഇത് എന്ത് പറഞ്ഞാണ് ന്യായീകരിക്കുന്നത്? അപ്പോൾ അവർ പറയുന്നുണ്ട് സിസ്റ്റത്തിൻ്റെ ആണ്, എഴുതാൻ ആളില്ല എന്നൊക്കെയാണ്. അതൊക്കെയാണോ എൻ്റെ ന്യായീകരണം രഘു? സ്വാഭാവികമായിട്ട് തന്നെ നമ്മുടെ ഭാഗത്തു നിന്നൊരു തെറ്റ് സംഭവിച്ചാൽ അതിനെ പരമാവധി ന്യായീകരിച്ച് ശരിയാണെന്ന് വരുത്തി തീർക്കാനായിരിക്കുമല്ലോ ശ്രമിക്കുക. അതാണല്ലോ മനുഷ്യസഹജമായ ഒരു കാര്യം. എന്ന് മാത്രവുമല്ല, ഇതൊരു സർക്കാർ ആശുപത്രി ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായി നമ്മൾ ഈ കുറ്റമേറ്റാൽ സ്വാഭാവികമായിട്ട് തന്നെ നടപടികൾ ഉണ്ടാവും, പോലീസ് കേസിലേക്കൊക്കെ പോകേണ്ടി വരികയും ചെയ്യും. എന്തായാലും ഡോക്ടർ ഇതിനെ ന്യായീകരിക്കുകയാണ് ദിവീഷ് പറഞ്ഞ പോലെ ചെയ്തത്. ഈ കത്രിക വയറ്റിലിരുന്നാലും, കാരണം ചെറിയ കത്രികയാണ്, അതുകൊണ്ട് വയറ്റിലിരുന്നാൽ വലിയ കുഴപ്പമൊന്നുമില്ല, പിന്നെ എന്താണ് ഇങ്ങനെ ഇവർക്ക് വയ്യാഴിക ഉണ്ടായെന്ന് ചോദിച്ചപ്പോൾ മറ്റ് എന്തെങ്കിലുമൊക്കെ അസുഖത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ് എന്നുള്ളൊരു ന്യായീകരണവും വിശദീകരണവുമാണ് നൽകിയത്. എന്ന് മാത്രവുമല്ല, ലളിതാംബിക ഡോക്ടർ പറയുന്നത് അവരിവിടുത്തെ ആ വിഭാഗത്തിൻ്റെ മേധാവിയായിരുന്നു. സ്വാഭാവികമായി തന്നെ അവരുടെ പേരായിരിക്കും ഏതെങ്കിലും രേഖകളിലൊക്കെ അവരുടെ പേരുണ്ടാകും. പക്ഷേ സർജറി രജിസ്റ്റർ നോക്കിയാൽ ആരാണ് കൃത്യമായി ശസ്ത്രക്രിയ ചെയ്തത്, ആരുടെയൊക്കെ സാന്നിധ്യത്തിലാണ് അത് ചെയ്തതെന്ന് ആ രജിസ്റ്ററിൽ ഉണ്ടാവും. അത് പരിശോധിക്കട്ടെ, അതിനുശേഷം ബാക്കി കാര്യം നോക്കാം എന്നുള്ളതാണ് അവരുടെ നിലപാട്. എന്തായാലും ആശുപത്രി മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും പ്രിൻസിപ്പാളിൻ്റെയും ഒക്കെ സാന്നിധ്യത്തിൽ അവരുടെ നേതൃത്വത്തിൽ ആ രേഖകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം ഇരുവരും ചേർന്ന് ആ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും ഒപ്പം തന്നെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും ചേർന്ന് വാർത്താസമ്മേളനം നടത്താമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒരു 11 മണിക്ക് മുമ്പായി അതുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും വലിയ രീതിയിലുള്ളൊരു കുറ്റകരമായ അനാസ്ഥയാണ് ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിസാധാരണക്കാരായ മനുഷ്യരാണ് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഭൂരിഭാഗവും ആളുകളും ചികിത്സയ്ക്ക് വരിക. അവർക്ക് മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകാനുള്ള മാർഗ്ഗമില്ലാത്തവർ കൂടിയാണ്. പക്ഷേ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം സ്വകാര്യ ആശുപത്രികൾ അത്ര കാര്യമായിട്ടില്ല. തിരുവല്ലയിലോ പരിമലയിലോ ഒക്കെ പോകേണ്ടി വരും നല്ല സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ ലഭിക്കണമെന്നുണ്ടെങ്കിൽ. പക്ഷേ അവിടേക്ക് പോകാൻ സാമ്പത്തികമായും മറ്റും ബുദ്ധിമുട്ടുള്ള ആളുകളാണ് കൂടുതൽ. അതുകൊണ്ട് അവർ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ മുഴുവൻ മോശമാണെന്നല്ല പറയുന്നത്, നല്ല ചികിത്സയാണ് ഇവിടെ ലഭിക്കുന്നത്. അപ്പോഴും ഈ ആശുപത്രിക്കെതിരെ ക്രമമായ ഇടവേളകളിൽ ഇത്തരത്തിൽ സ്ഥിരം ആരോപണങ്ങൾ ഉണ്ടാകാറുണ്ട്, പരാതികൾ ഉണ്ടാകാറുണ്ട്. അത്തരത്തിലുള്ളൊരു പരാതി കൂടിയാണ് ഇന്നലെ വൈകുന്നേരം പുറത്തു വന്നത്. കത്രികയല്ല, ചെറിയ എന്തോ ഉപകരണമാണ്, ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണമാണെന്നാണ് ഡോക്ടറുടെ വിശദീകരണം. എന്തായാലും 5 വർഷമാണ് ഒരു സാധാരണക്കാരിയായ തൊഴിലുറപ്പിന് പോകുന്ന അത്ര വലിയ സമ്പാദ്യമില്ലാത്ത ഒരു സ്ത്രീ തൻ്റെ ശാരീരിക അവശതകൾ മറന്ന് അല്ലെങ്കിൽ ആ ശാരീരിക അവശതകൾ വകവയ്ക്കാതെ തൊഴിലുറപ്പ് ജോലിക്ക് പോകുന്നു. അതും ഈ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകുന്നത് കൊണ്ട്, പഴുപ്പൊക്കെ വരുന്നത് കൊണ്ട് പാമ്പേഴ്സൊക്കെ കെട്ടി ജോലിക്ക് പോകേണ്ടി വരുന്ന 50 വയസ്സുള്ള ഒരു വീട്ടമ്മയുടെ അവസ്ഥ നമുക്ക് എത്ര ഊഹിച്ചാലും അവരനുഭവിച്ച പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും. അവരുടെ 5 വർഷം അവർ അനുഭവിച്ചതിന് അത് സിസ്റ്റം തന്നെയാണ് അതിൻ്റെ ഉത്തരവാദി. അതിന് വഴിവെച്ചവരൊക്കെ സ്വാഭാവികമായിട്ടും അതിൻ്റെ നിയമത്തിന് മുന്നിൽ വരേണ്ടതാണ്. ഈ സംഭവത്തിൽ ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം കൂടി ഒന്ന് കേൾക്കണം. പുന്നപ്ര സ്വദേശി ഉഷ ജോസഫിന്റെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ആരോഗ്യമന്ത്രി. അന്വേഷണത്തിന് വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. അന്വേഷണ റിപ്പോർട്ട് പോലീസിന് കൈമാറും, നിയമപരമായ നടപടി കൈക്കൊള്ളുമെന്നും വീണ ജോർജ് വ്യക്തമാക്കി. സർവീസിലുള്ളവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യും. ഡോക്ടർമാർക്ക് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഗുരുതര പ്രശ്നമാണ് ഇതെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. സ്വീകരിക്കേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കും. അതിൽ യാതൊരു ദാക്ഷിണ്യവും ഉണ്ടാകില്ല. അതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ട് പോലീസിന് കൈമാറുകയും ചെയ്യും. അതായത് ഈ റിപ്പോർട്ടിൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന്
കുറേ വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരു സംഭവം ആണ്. ചില കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അത് മാത്രമല്ല, നിയമപരമായ നടപടികൾ സ്വീകരിക്കുമ്പോൾ അത് ആ നിലയിൽ പോകേണ്ടതായിട്ടുമുണ്ട്. അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തരത്തിലുമുള്ള ഒരു ദാക്ഷിണ്യം ഇതിലുണ്ടാവില്ല എന്നുള്ളത് വളരെ കർശനമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഉറപ്പാക്കപ്പെടും. ഡോക്ടർക്ക് ഇങ്ങനെ ഒരു കേസ് ഓർമ്മയില്ല, പക്ഷെ ചെയ്തില്ല എന്ന് ഓർമ്മയുണ്ട്. അതെങ്ങനെയാണ്? ഇതേ ഡോക്ടറെ തന്നെ വീട്ടിൽ പോയി കണ്ടതായിട്ട് മകൻ പറയുന്നു. നോൺ പ്രാക്ടീസിങ് അലവൻസ് വാങ്ങിക്കുന്ന ഡോക്ടേഴ്സ് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളതാണല്ലോ. അങ്ങനെ ഒരു ഡോക്ടറെ വീട്ടിൽ പോയി കണ്ടിട്ട്, അതായത് സർജറിക്ക് വേണ്ടിയിട്ടാണ്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കും. സ്ക്രബ് നേഴ്സ് ഉത്തരവാദിത്തപ്പെട്ട ആളാണ്, ഡോക്ടർ ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. അപ്പോൾ സ്ക്രബ് നേഴ്സ് ഇല്ലാതെ ഒരു സർജറി നടക്കില്ല, ഒരിടത്ത് നടക്കില്ല. സർജറിക്ക് ശേഷവും ഡോക്ടറുടെ ഉത്തരവാദിത്വമുണ്ട്, അതിനുശേഷം ആ നേഴ്സിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. പ്രോട്ടോകോൾ പ്രകാരം, ഗൈഡ് ലൈൻ പ്രകാരം, WHO പ്രോട്ടോകോൾ പ്രകാരം ആ സ്ക്രബ് നേഴ്സ് ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ടായേ മതിയാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഇല്ലാതെ ഒരു ഡോക്ടർ സർജറി നടത്തുമോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അത് നടത്തിയത്? അത് തന്നെ ഏറ്റവും ഗുരുതരമായിട്ടുള്ളൊരു വിഷയമാണ്. ആ കുടുംബം പറയുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു ഘട്ടത്തിൽ കർശനമായിട്ടുള്ള നടപടികൾ ഉറപ്പാക്കാൻ നിയമ നടപടികൾ തന്നെ സ്വീകരിക്കും. അതുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് സ്വീകരിക്കേണ്ട നടപടികൾ ആരോഗ്യവകുപ്പ് സ്വീകരിക്കും. എന്തായാലും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് വ്യക്തമാക്കിയാണ് ആരോഗ്യമന്ത്രി.